വെൽക്കം ടു അച്ചുമ്മ ചാനൽ. ഇവിടെ അമ്മമ്മ എന്താ ഉണ്ടാക്കുന്നത്? നമുക്ക് എന്താ ചോദിക്കാം. എന്താ അമ്മമ്മ ഉണ്ടാക്കുന്നത്? മാന്തൽ വറ്റിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെയായിട്ട് അമ്മമ്മ ദേ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എന്താ ചെയ്യാൻ പോണേ? ഉള്ളി കഴുകിയിട്ട് പിന്നെ അപ്പൊ കല്ലിലിട്ട് ഇടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കിത് ചതച്ചിട്ട് കാണാം. അപ്പൊ ഗൈസ് അപ്പൊ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചതച്ചുള്ളി. ഇത് അമ്മൂടെ പ്രത്യേകം ട്രിക്കാണ് ഗൈസ്. മാന്തളത്ത് ഉപ്പ് പോകാനുള്ളതാണ്. ന്യൂസ് പേപ്പർ പൊട്ടിച്ചിട്ട് നീന്തിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം പോയി. അടുത്ത എന്താ ചെയ്യാൻ പോണു പറയും. ഇതാ മാന്തൽ കഴുകുക. മാന്തൽ കഴുകിയിട്ട് ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതാ. ഉള്ളി ഇടണം. ഉള്ളിട്ടു നല്ല ഉപ്പുള്ള മീനാണെങ്കിൽ ശർക്കര ഉപ്പിടാമോ. മഞ്ഞൾപ്പൊടി ശർക്കര മഞ്ഞൾ ഒരുപാടില്ല. പിന്നെ മുളക് പൊടി ഒരു വെള്ളം മുളക് ഒരു കാസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഗ്യാസിൽ വെക്കുക. തീ കത്തിക്കുക. ഈ മാന്തൽ തിളച്ച് വരട്ടെ കേട്ടോ. മാന്തൽ തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കുക. മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പാകമായി വരട്ടെ. നല്ല ടേസ്റ്റോട്ടുണ്ടാവും ഇത്. നല്ല ടേസ്റ്റോട് കൂടെ ചോറ് തോനെ ചോറുണ്ടാകും വെച്ചിട്ട് കൂട്ടിയിട്ട്. പിന്നെ ഒരു പുളിങ്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? തേങ്ങ അരയ്ക്കാത്ത പുളിങ്കറിയാണ്. ഉണ്ടോ? തേങ്ങ അരയ്ക്കാത്ത പുളിങ്കറി. ഇതിലെന്താണെന്നറിയോ ഇട്ടേക്കണേ? പിന്നെ വെള്ളരിക്ക് ചേമ്പും കൂടെ, വെള്ളരിക്കും ചേമ്പും കൂടെ
പുളി ഒഴിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് താളിച്ചിട്ട് ഉള്ളി കടുക് കൂടി താളിച്ചിട്ട് മുളങ്കറി വെച്ചേക്കുക. ഇത് കൂട്ടാനിക്ക് താളിക്കാനുള്ള ഉള്ളി വെക്കണം. എനിക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ടേ പതുക്കെ പല്ലുവേദന, അത് കാരണം പതുക്കെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഉറപ്പ് പറയാത്തത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പ് പറയാത്തോ. ഇപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കുട്ടികൾ പറഞ്ഞേ അമ്മമ്മ ഒരു വീഡിയോ ഇട്ട് നോക്കട്ടെ, കറി വെച്ച് നന്നായിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കും, മാങ്ങൊന്ന് വറ്റിച്ച് നോക്കിയിട്ട് അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ലോണമുള്ള മീനിലാണ്ട് ശകലം ഉപ്പിട്ടാൽ മതി. പിന്നെ ഉപ്പ് പോകാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു ന്യൂസ് പേപ്പർ ചെറുതാക്കി പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ മീനിട്ടിട്ട് ഇതായി താത്തി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് നല്ലോണം പോകും കേട്ടോ. അതൊരു ട്രിക്കാണേ, നിങ്ങൾ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. മലയാളത്തിൽ വേണം കേട്ടോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. അതുകൊണ്ട് മലയാളത്തിൽ ഇട്ടാൽ മതി. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അറിയില്ല. എൻ്റെ മക്കൾ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. എനിക്ക് അറിഞ്ഞുകൂടാവുന്നു. കാരണം മക്കൾ വെക്കേഷൻ വന്നിട്ടാണേ, ക്രിസ്മസിൻ്റെ പേരക്കുട്ടികളെ. അപ്പോൾ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അറിഞ്ഞൂടാ, ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. അമ്മ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം നമ്മൾ മാങ്ങ വയ്ക്കുന്നതിൻ്റെ തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ മാന്തൾ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. നിങ്ങളൊന്ന് വറ്റിച്ച് നോക്കണം കേട്ടോ. അതുപോലെ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നാശാവും. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഒരു സവോള അരിഞ്ഞിട്ട ഉപ്പ് പാകായിട്ട് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ മാന്തൾ വറ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ മുളെ തൂവി കൊടുക്കുക. എന്നിട്ട് ശകലം നേരം അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ചോറിനോ കഞ്ഞിക്കോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുകയാണേ, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന്, എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഇനി അടുത്തതും കൂടി അടുത്തതിൽ വരാട്ടോ.